നരേന്ദ്ര സോഹൽ അക്ഷരാർത്ഥത്തിൽ വെടിയുണ്ടകളെ അതിജീവിച്ചാണ് സിപിഐയുടെ സഖാവായത്. വർഷം 1987. പഞ്ചാബിൽ ഖലിസ്ഥാൻ ഭീകരവാദത്തിന്റെ കറുത്ത നാളുകൾ. മതമൈത്രിക്കായി എന്നും നിലകൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിരുന്നു ഭീകരവാദികളുടെ ആക്രമണങ്ങൾ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബാംഗമായ നരേന്ദ്രന് 11 വയസ്സ് മാത്രം പ്രായം. ചണ്ഡീഗഡിൽ നടന്ന 25ാം പാർട്ടി കോൺഗ്രസ് വേദിയിൽ വെച്ച് കനലിനോട് ആ ദുരന്ത ദിനത്തെക്കുറിച്ച് നരേന്ദ്ര സോഹൽ മനസ്സ് തുറക്കുന്നു. आई एम नरेंद्र सोहल, मैं पंजाब से हूँ और मैं എന്റെ സംസ്ഥാനമാണ് പഞ്ചാബ്. ഞാൻ ബാലികയായിരുന്നപ്പോൾ ഭീകരവാദികൾ ഞങ്ങളുടെ വീട് ആക്രമിച്ചു. എന്റെ വീട്ടിലുണ്ടായിരുന്ന 5 പേർ രക്തസാക്ഷികളായി. എനിക്കും വെടിയേറ്റു. ചെറുപ്പം തൊട്ടേ ഞാൻ പൊതുപ്രവർത്തനത്തിൽ സജീവമായിരുന്നു. ആദ്യം AISFൽ അംഗമായി, പിന്നീട് അതിന്റെ സംസ്ഥാന പ്രസിഡന്റായി. തുടർന്ന് YFൽ പ്രവർത്തിച്ചു. അവിടെയും സംസ്ഥാന ഭാരവാഹിയായി. ഇപ്പോൾ പഞ്ചാബ് മഹിളാ ഫെഡറേഷനിൽ പ്രവർത്തിക്കുന്നു. NFIWന്റെ സംസ്ഥാന ഭാരവാഹിയാണ് ഞാൻ. പാർട്ടിയുടെ വിവിധ സംഘടനകളിലൂടെ ഞാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെങ്കൊടിയും ആർക്കൊക്കെ അനീതി നേരിടേണ്ടി വരുന്നുവോ അവർക്കൊപ്പം നിൽക്കുന്നു. അവർക്കു വേണ്ടി ആദ്യം ശബ്ദമുയർത്തുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞാൻ യുവതലമുറയോട് പറയാൻ ആഗ്രഹിക്കുന്നത് ചെറുപ്പത്തിലുണ്ടായ ആ സംഭവത്തെക്കുറിച്ചാണ്. ഞങ്ങളുടെ വീട് ആക്രമിക്കപ്പെട്ടപ്പോൾ എൻ്റെ അമ്മ, അച്ഛൻ, മുത്തശ്ശി, സഹോദരി, വീട്ടിലെ സഹായിയായിരുന്ന ഒരാൾ, അങ്ങനെ 5 പേർ രക്തസാക്ഷികളായി. എനിക്കും എൻ്റെ മറ്റൊരു സഹോദരിക്കും പരിക്കേറ്റു. പഞ്ചാബ് മുഴുവനും അത്രയേറെ ഭീഷണി നിറഞ്ഞ സാഹചര്യമുണ്ടായിട്ടും ഞങ്ങൾ ഭയപ്പെട്ടില്ല എന്ന സന്ദേശമാണ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷവും ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനയിലും യുവജന ഫെഡറേഷനിലും മഹിളാ ഫെഡറേഷനിലുമെല്ലാം തുടർച്ചയായി പ്രവർത്തിച്ചു. യുവതയോട് ഞാൻ പറയുന്നത്, നിങ്ങൾ പോരാടണമെന്നാണ്. പോരാടാതെ നമുക്ക് ഒരു വിജയവും നേടാനാകില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. നമ്മൾ ഭയന്ന് വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടണമെന്നാണ് അങ്ങനെ ചെയ്യുന്നവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത്. അവരെ നേരിടണം. സമ്പൂർണ്ണ ധൈര്യത്തോടെ നേരിടണം. അത്തരം ധൈര്യത്തോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. डरना नहीं है, हमें इनका सामना करना है और पूरी बहादुरी से करना है. तो इसी अगर बहादुरी के साथ हम आगे बढ़ेंगे तो हम इस देश के जो हालात हैं उनको चेंज कर सकते हैं.